ഇതാ ഗ്രേറ്റ് വോൾഫ് ലോഡ്ജ് എന്നൊരു ബോർഡ് കണ്ടില്ലേ അവിടെ. അപ്പോൾ നമ്മൾ ഇന്ന് ആ ലോഡ്ജിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു വാട്ടർ തീം പാർക്കുണ്ട്, സ്റ്റേ ഉണ്ട്, പിള്ളേർക്ക് വേണ്ടിയിട്ട് സ്റ്റോറി ടൈം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ കാണുന്നില്ല, ഇതിലൊക്കെ നമ്മൾ പോകുന്നു. നിങ്ങളുടെ ചെരുപ്പുകളിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇനിയിപ്പം നമ്മൾ ഇന്ന് രാത്രി, നാളെ വൈകുന്നേരം വരെ ഇവിടെ ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് വോൾഫ് ലോഡ്ജ്. അതിനകത്ത് ഇത് ഗ്രേറ്റ് വോൾഫ് ലോഡ്ജ് ആണെന്ന് വായിക്കാൻ അറിയാത്തവർക്ക് കാണാൻ വേണ്ടിട്ട് കല്ലുകൊണ്ട് ആ കല്ല് കൊത്തി വെച്ചേക്കാ. ഒരെണ്ണം ചെന്നായിയുടെ പച്ച മലയാളത്തിൽ പറയണേ ബിംബം അല്ല, സോറി, രൂപം കൊത്തി വെച്ചു. അല്ല, രൂപമല്ല, പ്രതിഭ, ശില്പി അല്ല, ശില്പം 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 കൊത്തി വെച്ചിരിക്കുന്നു. ഇനിയാണ് അവിടെയാണ് പണ്ട് അതൊക്കെ കാണാം. ആ ട്യൂബ് വഴി, അതുവഴി, കുഴൽ വഴി കണ്ടോ, അത് കണ്ടോ നിങ്ങൾ. നമ്മൾ ഒറ്റക്കല്ല കേട്ടോ, നമ്മളിവിടെ വേറെ 2 ഫാമിലി ഉണ്ട്. പക്ഷെ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. എല്ലാത്തിലും ഇതിലാണ് വാട്ടർ തീം അല്ലേ, ഇവിടെ താമസം, ഇവിടെ ആർക്കേഡ്, ഇതിന്റെ ഉള്ളിൽ താമസം. ഈ പൂവിന്റെ കളർ എന്താ അറിയോ? എന്താ പറഞ്ഞ പോലെ? എന്താ കളർ മോളെ? പർപ്പിൾ ആണോ? ഓക്കേ. അപ്പോ നമ്മൾ കൊണ്ടുവന്ന ലഞ്ച് ചൂടാക്കാനുള്ള ഇതാണ് കേട്ടാ. ഇത് കണ്ട അബ്ദുവിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്യാസ് സ്റ്റൗവാ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് കേട്ടാ. ആമി കുഞ്ഞ് അവിടെ എത്തിയത് മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണേ. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞു. നമുക്ക് ഒരു ചെറിയ റൂം ടൂർ ആയാലോ. അപ്പോൾ ഈ തവണ നമ്മൾ ഗേൾസിന് ഒരു റൂമും ബോയ്സിന് ഒരു റൂം എന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പൈസയും ലാഭിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ 2 ബെഡുണ്ട് കേട്ടോ. പിന്നെ അത് ആ കാണുന്ന കൗച്ചില്ലേ, അതിനെ നമുക്ക് ബെഡാക്കാൻ വേണമെങ്കിൽ. പിന്നെ അവനുണ്ടായി, കെറ്റിൽ, കോഫി മേക്കർ ഉണ്ടായി, ടേബിൾ, 2 ചെയറൊക്കെ ഉണ്ടായി. നല്ലൊരു റൂമായിരുന്നു കേട്ടോ, അടിപൊളി ക്ലീൻ ആയിട്ടായിരുന്നു. ആദ്യത്തെ മെഹന്തി ഇട്ട നാളാരാണ്? ഫാത്തിമ ഈദ് പ്രമാണിച്ച് മെഹന്തിയൊക്കെ കയ്യിൽ കരുതിയാ വന്നത്. അപ്പോൾ ആമിക്കും ഏവക്കുട്ടിക്കും ഞങ്ങൾ പറയായിരുന്നു ലൈഫിൽ ആദ്യത്തെ മെഹന്തിയാണെന്ന്. അങ്ങനെ കുറച്ച് ഈവനിങ് ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇത് ഈ കാണുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു വാട്ടർ പാർക്കാണ്. ആമിയെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായി. ആമിയുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ചെറിയ സ്ലൈഡും പിന്നെ ഇങ്ങനത്തെ വാട്ടർ സംഭവങ്ങളൊക്കെ ആയിരുന്നു. നല്ല ആമിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആമീൻ്റെ സ്വിമ്മിങ് സ്യൂട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇത് ഈ വേവ്സില്ലേ, നമ്മുടെ വീഗാലാൻഡിലുള്ള പോലത്തെ വേവ്സ് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടില്ല ആമിക്ക്. പക്ഷെ ഇത് ആമിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഉള്ളതെന്നറിയാം. ഷോപ്സ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള ടോയ്സൊക്കെ ഉള്ള ഷോപ്സ് ഉണ്ട്, ക്യാൻഡീസിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ കുറേ ഗെയിംസ് ഉണ്ട്, ആർക്കേഡ് ഉണ്ട്. നേരത്തെ കണ്ട സ്റ്റോറി ടെല്ലിംഗ് പോലെ കുട്ടികൾക്കുള്ള യോഗ, അങ്ങനത്തെ കുറേ ഒരു പ്രോഗ്രാം കാർഡ് അവർ നമുക്ക് തന്നായിരുന്നു. പക്ഷേ നമുക്കത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് പോയതല്ലേ, അപ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോയി, അങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങൾ. ഞാനും ഗ്രീഷ്മയും 8 എഴുതിയ ട്യൂബിൽ ഇങ്ങനെ സുർന്ന് പോയതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞാനൊരു റൈഡിൽ പോകുമ്പോൾ ഉണ്ണിയേട്ടൻ കുട്ടീനെ നോക്കും, പിന്നെ അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ പോകുമ്പോൾ ഞാൻ കുട്ടീനെ നോക്കും. അങ്ങനെ നമ്മൾ മാറി മാറിയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 2 പേരും ഒരുമിച്ച് മറ്റേ 8-ലൊക്കെ കുറേ നേരം പോയി. 8ൻ്റെ ട്യൂബിൽ 2 റൈഡ് ഉണ്ടായി. അന്നേരം ആമീനെ അവരാട്ടോ നോക്കിയത്.
അയ്യോ ഇപ്പം നിങ്ങളീ കണ്ട നാലാളിരിക്കണ ഒരു സാധനമില്ല, അതിൽ ഞാൻ ഒരിക്കൽ പോയിട്ടില്ല. എൻ്റെ ഈശ്വരാ എനക്ക് പറ്റുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് കണ്ടില്ലേ വലിയത്, അതാ സംഭവം. പിന്നെ ഇത് അതിലും അപ്പുറത്തെയാ. ഈ ഉണ്ണിയേട്ടനും അബ്ദു ആറ്റ്ലിയൊക്കെ ഇതൊക്കെ 3-4-5 വട്ടം പോയി. ഇത് കണ്ടേ, ഇതിലെന്താ സംഭവിക്കുമെന്നറിയാം. അതെ നിങ്ങൾ കണ്ടോ, കണ്ട അബ്ദു വീണത് കണ്ട, ടപേന്ന് പറഞ്ഞ് വീകും. അപ്പോൾ ഇത് ഈ ഉണ്ണിയേട്ടനെല്ലാം കൂടെ 5-6 ഓട്ടം ചെയ്തു. ഞാൻ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. അത് കാണാൻ പോലുള്ള ശക്തി കണക്കില്ലേനെ. അതിന് ഡ്രോപ്പ് എന്നോ മറ്റാണ് പേര്. അതായത് നമ്മൾ നിൽക്കണ ആ ഒരു ഫ്ലോറില്ലേ, അതങ്ങ് ഇല്ലാണ്ടാവും. അന്നേരം ഇവർ പടക്കെന്ന് പറഞ്ഞങ്ങ് വീഴും. ഇതിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പുറത്തൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ പോയത്. അടുത്ത് തന്നെ. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മുടെ മഴക്കാലത്ത് നാട് പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ എടുത്ത വീഡിയോ ആയിട്ട്. അത് നല്ല രസമില്ലേ കാണാൻ, നമ്മളെ നാട് പോലെ ഉണ്ട്. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ കുട്ടികൾക്കുള്ള പെയിൻറ്റിങ് മത്സരം, ഒരു ഫ്ലാഗിൽ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വരച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ചുമ്മാ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ പോലെ ഉണ്ടായിരുന്നു. അത് ആമിയും ഏവയും കൂടെ ചെയ്യാട്ടാ. ഇതിപ്പോൾ 2ാമത്തെ ദിവസം നമ്മൾ വൈകുന്നേരം വരെ കളിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രഷായി വന്നപ്പോഴത്തേനും നമുക്ക് സ്റ്റോറി ടൈം ഒന്നും കൂടെ, നേരത്തെ പറഞ്ഞില്ലേ അത് സ്റ്റോറി ടൈം ആയിരുന്നില്ല, അത് അവരുടെ ഒരു ഷോ ആയിരുന്നേ. അവർ കഥ പറയും, അങ്ങനെ കുറേ ആനിമൽസിനെല്ലാം കൊണ്ടുവന്നിട്ട്. ഇതിപ്പോൾ സ്റ്റോറി ടൈമാണ്. കുട്ടികളെല്ലാം അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാ. നമ്മൾ 2 ദിവസം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം ഇത് ഫുള്ള് വെള്ളത്തിൽ കളിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ഇറങ്ങുകയാണ്. ഇനി ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോവും. ആമി വരുന്നില്ല അത്ര. ആമി ഏവ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ബായ് ആമി, ബായ് ഏവ, ഞങ്ങൾ പോവാണേ. ഓക്കെ ബായ് ബായ് ആമി പെണ്ണേ. വരുന്നോ? വരുന്നില്ലേ? വേണ്ടത്രേ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടൊരു തായ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള തായ് റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ഡിന്നർ. നമ്മൾ അവിടെ ആരില്ലാത്ത കാരണം ടി വിയിൽ പാട്ട്, നമ്മുടെ മലയാളം പാട്ടൊക്കെ വെച്ച് കേട്ടിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. തായ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റിക്കി മാംഗോ റൈസ് നിർബന്ധം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. ഇത് പക്ഷേ ബ്രൗൺ റൈസാണ്, ഇങ്ങനത്തെ നല്ല ബ്രൗൺ റൈസ് ആയിരുന്നു ഇന്ന്. അങ്ങനെ സംഭവബഹുലമായ ഒരു വീക്കെൻഡിന് ശേഷം നമ്മളെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു പോയി. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.